റെഡിയായോ മക്കളെ? കർത്താവ് ഈ തലമുറ വരും. ക്ലിയറായോ? 1 അവയവ കച്ചവടം, 2 മക്കളെ കച്ചവടം, 3 കാശിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നു. അപ്പൻ മക്കളെയും മക്കൾ അപ്പനെയും കൊല്ലിക്കുന്ന കാലം വരും. പൗലോസ് പറഞ്ഞു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുട്ടാ ഇത് സംഭവിക്കുന്നത്. ഇനി എൻ്റെ പ്രസംഗം അതല്ല. അവൻ വന്നാൽ, ഇന്നലെ ഞാൻ മിലിറ്ററി പറഞ്ഞു, 2 ദൈവാലയം പറഞ്ഞു. ഇനി അവൻ വന്നാൽ ഒരു സംഭവം എൻ്റെ കിട്ടും. അന്തിമയുദ്ധത്തിൻ്റെ റിയാക്ടർ. മോൻ തിരിച്ചു പറയണം. വെളിപ്പാട് പുസ്തകം 6-4 വാക്യം, വായിച്ച വാക്യത്തിൻ്റെ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു. അതിന്മേൻ്റെ കയ്യിൽ മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ സമാധാനം. അടുത്ത വാക്യം മോനെന്ന് വായിച്ചാട്ടെ. 6-4 വാക്യം. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവന് അധികാരം ലഭിച്ചു. അടുത്തത് ഒരു വലിയ വാളും അവന് കിട്ടി. പട്ടയ അതണ്ട, വലിയ വാൾ അവന് കിട്ടി. തമിഴ് ബൈബിളെല്ലാം നോക്കിക്കോണം. അവ ഊരമ്പ് ചന്തയെന്ന് മേടിച്ചതല്ല, മാർത്താണ്ഡത്തെന്ന് മേടിച്ചതല്ല. ഒരു വാൾ അവന് കിട്ടി. ഇതാ പ്രസംഗം. ഏതാ വാൾ? ഇന്ന് രാത്രി എല്ലാവരും ഗഗനമാ ദൈവവചനത്തെ കൊടുക്കണം. യൂറോപ്യൻ യൂണിയൻ 29 രാഷ്ട്രങ്ങളാണ്. മേജർ 12 ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു, ചേട്ടാ അനിയ നമ്മളൊരു സ്ട്രെങ്തായിട്ട് നിൽക്കണം. നാട്ടുകാർ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അവരെ തകർക്കുവാൻ ഒരാണവ റിയാക്ടർ ഉണ്ടാക്കണം. 2004 അവർ അത് പണി തുടങ്ങി. 2009 കമ്മീഷൻ ചെയ്തു. യോഗം കഴിഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അത് യൂറോപ്പിനകത്ത് എവിടെയോ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പം അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പട്ടാളക്കാർക്ക് കൊടുക്കത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അതാ വിശുദ്ധ ബൈബിൾ. അവൻ കൊണ്ടുവന്ന നല്ല ഒരു വലിയ വാൾ. Do not a small weapon. That means a high simultaneous weapon. അതാ വലിയ വാൾ. തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. പഠിക്കുന്ന മക്കൾ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് 4 തലങ്ങളുണ്ട്. ഒരേ സമയം 4 ധാതുലവണമിട്ടാൽ നമ്മൾക്ക് ബോംബും ഗ്രനേഡും കിട്ടും. ഇടുന്നത് തോറിയം, 2 യുറേനിയം, 3 പ്ലൂട്ടോണിയം, 4 പ്രൊട്ടറ്റീനിയം. ഇത് 4 വിട്ടാൽ മിനിറ്റ് കൊണ്ട് ബോംബ് കിട്ടുന്ന ഒരു സംവിധാനം ഇന്ന് യൂറോപ്പിനകത്തിരിപ്പുണ്ട്. പക്ഷെ ഇപ്പം അത് കിട്ടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഈ ആറ്റം വെപ്പൺ കിട്ടും, ഒരു വലിയ വാടും. ഇനി എല്ലാവരും മനസ്സിലാക്കണം, ആറ്റം ഇവിടെ ഒന്ന് പൊട്ടിയാൽ എല്ലാവരും അതിലേക്ക് വരണം. ഏകദേശം 18,000 ആറ്റമായുധം ലോകത്തിനകത്ത്. തമിഴ്നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോകുന്ന ഹൈഡ്രജൻ ബോംബ്. 18,000 ആറ്റമായുധങ്ങൾ. അതിൻ്റെ പ്രത്യേകത, ഇന്ത്യക്കുമുണ്ട് ആണവായുധം, അമേരിക്കയ്ക്കുമുണ്ട്, ഇസ്രയേലിനുമുണ്ട്. 18,000 ആണവായുധങ്ങൾ ലോകരാജ്യങ്ങൾക്ക്. ഇനി അടുത്തത് കേൾക്കണം. അതിൻ്റെ പ്രത്യേകത എന്താ? ഈ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇനി പ്ലെയിനൊന്നും വേണ്ട, മിഗ് വേണ്ട, മിറാഷ് വേണ്ട, ഒരു വിമാനവും വേണ്ട. സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധം. അഥവാ നിങ്ങളുടെ വീട്ടിൽ എയർടെല്ലിൻ്റെ കുടയുണ്ട്, സൺ ഡയറക്റ്റിൻ്റെ കുടയുണ്ട്. ഇത് ചെന്നൈയിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്തത്. പക്ഷേ കുട വഴി വരണമെങ്കിൽ സിംഗപ്പൂരിൽ പോയിട്ടാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ കുട വഴി താഴെ ഇറങ്ങുന്നത്. അപ്പം ആകാശത്തിലെ സാറ്റലൈറ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ടെക്നോളജി സാറ്റലൈറ്റിലെങ്കിൽ ആ സാറ്റലൈറ്റ് ആകാശത്ത് കിടപ്പുണ്ട്. അതിന് കയറും വേണ്ട, വയറും വേണ്ട. അതിങ്ങനെ നിയന്ത്രിക്കും. അതുപോലെ ഇന്ന് കൊറിയക്കാരൻ സാറ്റലൈറ്റിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. അതുപോലെ അമേരിക്കക്കാരനും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊറിയയുടെ പ്രസിഡന്റ് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ റിമോട്ട് കാറിട്ട് ഞെക്കുന്ന പോലെ കൈക്കകത്ത് ഒരു റിമോട്ട് ഇരിപ്പുണ്ട്. സ്വോത്രം. അന്നേരം എന്നാൽ അമേരിക്കൻ ട്രംപ് പറഞ്ഞത്, അവൻ്റെ കൈ ഒരു റിമോട്ടെങ്കിൽ എൻ്റെ 2 റിമോട്ടുണ്ടെന്ന്. സ്വോത്രം. നിൻ്റെ മണ്ടക്കടിക്കാനുണ്ടെന്ന് അമേരിക്ക ട്രംപ് ഇന്നാൾ കൊറിയക്കാരനെ വെല്ലുവിളിച്ച. സ്വോത്രം. അങ്ങനെയെങ്കിൽ മിഗും വേണ്ട, മിറാഷും വേണ്ട. കൊറിയയിലെ പ്രസിഡന്റ് വിചാരിക്കുക, ഇന്നൊരെണ്ണം നമുക്ക് പാറശാല ഇടണം. വേണ്ട, ആകാശത്തിൽ കൂടെ കുഞ്ഞുങ്ങൾ റിമോട്ടുകാർ നിങ്ങളുടെ വീട്ടിൽ ഓടിക്കുന്ന സാറ്റലൈറ്റിനെ നീക്കാനുള്ള ടെക്നോളജി ഉണ്ട്. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി, സൂപ്പർസോണിക് ടെക്നോളജി. അതുവഴി നിർത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സൺ ടി വിന്ന് സിഗ്നൽ വരുന്നത് പോലെ ആകാശത്തിൽ നിന്ന് സാറ്റലൈറ്റ് വഴി ഏറ്റവും നന്നായിട്ട് ബോംബിടാവുന്ന ടെക്നോളജി. സ്വത്രം. അതുകൊണ്ട് ഒരു രാജ്യവും സുരക്ഷിതമല്ല. പിന്നെ നിൽക്കുന്നത് കർത്താവിൻ്റെ കരുണയെ. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ പാടുന്നു, മനമേ പക്ഷി കിണങ്ങ്. രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റതിന് സന്തോഷം. ഇന്ന് പാട്ടില്ല. നമ്മൾ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാട്ടല്ല നോക്കുന്നത്, മൊബൈലാണ് നോക്കുന്നത്. സ്വോത്രം.
സന്തോഷമില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ള ഉപദേശിച്ചാൽ ആദ്യം രാവിലെ നോക്കുന്നത്. അതിൻ്റെ അർത്ഥം പണ്ട് കവറാണ് വരുന്നതെന്ന് ഗൂഗിൾ പേയാണ് വരുന്നത്. സ്വോത്രം രാത്രി എവിടെന്നെങ്കിലും ഗൂഗിൾ പേ വന്നിട്ടുണ്ടോ എന്ന് രാവിലെ എടുത്ത് നോക്കി. സ്വോത്രം പണ്ട് രാവിലെ എഴുന്നേറ്റ അപ്പച്ചനും അമ്മച്ചി അരുമയാണ് പാടൽ മനമേ പക്ഷി കിണങ്ങ് സ്വോത്രം. അതുകൊണ്ട് രാത്രിയിൽ കരുതുന്ന ദൈവം രാവിലെ വിശ്വസ്തയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഏത് സമയം മാറ്റം പൊട്ടും. അടുത്ത ഭാഗം ശ്രദ്ധയോടെ കേൾക്കണം. 2013 എല്ലാവരും മനസ്സിലാക്കണം. 2013 ഇറാൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അഹമ്മദ് നിജാദി. അതിനുശേഷം ഇബ്രാഹിം അൽ റൈസി. അവൻ വന്നിട്ട് പറഞ്ഞു ഇസ്രയേലിനെ 1/2 മണിക്കൂർ കൊണ്ട് ഇറാൻ തീർക്കും. അന്ന് തൊട്ടായി പ്രശ്നം. ഇറാൻ്റെ ഒരു മിസൈലുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യണം. ആ മിസൈലിൻ്റെ പേര് ഷഗാബ് 3. അതിൻ്റെ പ്രത്യേകത 4500 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. അർത്ഥം പശ്ചിമേഷ്യ മുഴുവൻ വീഴും.